ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ചിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു. ഇത് ക്രിസ്മസ് ഈവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം 24-ാം തീയതി നൈറ്റിൽ ഞങ്ങളിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. കാരണം ഏട്ടന് 25-ന് ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ തന്നെ 24 ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആ നൈറ്റിലാട്ടോ വന്നത്. അപ്പം ഞങ്ങൾ അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്ന സ്ഥലമുണ്ട്. അൽസീഫിലാട്ടോ ദുബായിൽ പോയത്. അവിടെ ആട്ടോ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള, ദുബായിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അവിടെ പോകുന്നത്. എല്ലാ വട്ടവും ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നമുക്ക് അവിടെ പോകാമെന്നേ. അപ്പോൾ അവിടെ ഒരു മ്യൂസിയം, ഒരു മാർക്കറ്റ് പോലെ ഉണ്ട് കേട്ടോ, ഒരു ഓൾഡ് മാർക്കറ്റ്, ഒരു സൂക്ക് പോലെ. അപ്പോൾ നല്ല രസമാട്ടോ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരു വാട്ടർ ബോഡി ഉണ്ട് കേട്ടോ, ഒരു കടവ് പോലെ സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാർക്കറ്റിൽ അവിടെ ആയിട്ട് തന്നെ നമുക്ക് പാർക്കിംഗ് ഉണ്ടായിരുന്നു, ആ മോളിൻ്റെ പാർക്കിങ്. അപ്പോൾ അവിടെ നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്.
അങ്ങനെ കുറച്ച് നേരം നമ്മൾ അൽസീഫിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ ഫെസ്റ്റിവൽ ബേയിലേക്ക് വന്നു കേട്ടോ. അവിടെയും ഇതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ 12 മണി വരെ ആവാൻ കാത്തു നിന്നില്ല. എണ്ണ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ഞങ്ങൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടിങ്ങി പോന്നു. രാത്രിയിൽ ഇച്ചിരി രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും അവിടെ ഇവൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ എന്തോ പ്രോഗ്രാം അവിടെ നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. നമ്മളൊരു 8 മണി 9 മണി ആ ടൈമിലാണ് അവിടെ ചെന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോരുമായിരുന്നു. നല്ലതായിട്ട് വിശന്നു. പിന്നെ ഏടൻ പൊറോട്ട അതുപോലെ തന്നെ ബീഫാട്ടോ, ബീഫിൻ്റെ റോസ്റ്റ് മേടിച്ചു. ഞാനാണെങ്കിൽ ഗോബി മഞ്ചൂരിയും പിന്നെ നൂൽ പൊറോട്ട ഏതാണ്ടാണ് മേടിച്ചത് കേട്ടോ. നൂൽ പൊറോട്ടയല്ല, നൂല് അപ്പം, ഇടിയപ്പം പോലത്തെ സാധനം, അത് മേടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് കോഴിക്കോട് സ്റ്റാറിലെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഒരു മിൽക്ക് സർബത്തും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു സംഭവം കൂടെ നമ്മൾ മേടിച്ചു കേട്ടോ. എന്താ മേടിച്ചതെന്ന് വെച്ചാൽ പ്ലം കേക്ക്. ക്രിസ്മസ് പ്ലം കേക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്കാണ് പ്ലം കേക്ക്. അത് ക്രിസ്മസ് ടൈമിലാണ് കൂടുതലും കാണുന്നത്, അല്ലാതെ ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ, അല്ലാത്ത ടൈമിലൊന്നും. അങ്ങനെ ഞങ്ങളൊരു 1/2 kg പ്ലം, ഒരുപാട് മധുരം കഴിക്കണ്ടെന്ന് വെച്ചിട്ട് 1/2 kg പ്ലം കേക്കാണ് കേട്ടോ മേടിച്ചത്. അതെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു. രാത്രി തന്നെ ഞങ്ങൾ കേക്ക് മുറിച്ച് കഴിച്ചു കിട്ടും. അപ്പോൾ ഞങ്ങൾ ആ കടയുടെ വാതിലൊക്കെ കണ്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇതേ പുറത്തോട്ട് ഇറങ്ങി. അത്യാവശ്യം എല്ലായിടത്തും നല്ല തിരക്കും ട്രാഫിക്കും, അങ്ങനെ അതുകൊണ്ട് ഒത്തിരി ലേറ്റായി വരാൻ, നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ എന്നെ പ്ലം കേക്ക് എടുത്ത് കാണിക്കുക, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. നല്ല പ്ലം കേക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് പ്ലം കേക്കൊക്കെ മുറിച്ച് കഴിച്ചു.